ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീട് വരെ പോവുകയാണ്. ഇവിടെ അടുത്ത വീടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്തു. കുറച്ച് ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട്, എടുത്ത് വെച്ചേക്കെന്ന് പറഞ്ഞ് അമ്മച്ചി വിളിച്ചു. ഇവിടെ ഞാൻ കൂട്ടത്തില്ല, ബാക്കി കാക്കും മക്കളും ഒക്കെ കൂട്ടിക്കോളും. അവർക്ക് വേണ്ടി അത് എടുത്തുകൊണ്ടും വരണം. കഴിഞ്ഞൊരു വീഡിയോയിൽ ആരൊക്കെയോ ചോദിച്ചിരുന്നു മക്കളുടെ പേരെന്താണെന്ന്. My name is Lian Fatah. My name is Nishana Fatima. ആ മക്കളുടെ പേര്, മോൻ്റെ പേരാണ് ലിയാൻ ഫത്താഹ് എന്നും മോളുടെ പേര് നിഷാന ഫാത്തിമ എന്നും. വീട്ടിൽ വിളിക്കുന്നത് ഞാൻ ഫത്താഹെന്ന് മോനെ വിളിക്കും, കുക്കു എന്ന് മോളെയും വിളിക്കും. മോൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ താഴോട്ടിറങ്ങി വന്ന വീഡിയോ എടുത്തതാണ്. പക്ഷേ ഫോണിന് എന്തോ സ്റ്റക്കായി പോയിട്ട് ആ വീഡിയോ നമുക്ക് കിട്ടിയില്ല, അത് സ്കിപ്പായിപ്പോയി. വീട് വരെ വണ്ടി വരത്തില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, റോഡ് സൈഡിലല്ല വീട്, ഒരു കയറ്റം കയറി പോകണമെന്ന്. വണ്ടി കയറി പോകുന്ന വഴിയല്ല, ചെറുതായിട്ട് നടക്കാൻ മാത്രമുള്ളൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ റോഡിന് താഴെ ഒരു വീട്ടിലാണ് വണ്ടി വെക്കുന്നത്. വീട് വരെ വണ്ടി എത്തുകയില്ലേലും വണ്ടി ഒരു അത്യാവശ്യ കാര്യമായി മാറിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്കും ഒരുപാട് കാര്യങ്ങൾ കേക്ക് ചെയ്യുന്നതുകൊണ്ട് ഓർഡർ കൊണ്ട് കൊടുക്കാനും ഒക്കെ വണ്ടി ആവശ്യമായിരുന്നു. മക്കളുടെ മുഖത്തെ സന്തോഷം കണ്ടോ, അവർ വീട്ടിൽ ഇരുന്ന് മടുത്തെന്ന് പറഞ്ഞു, ബോറടിച്ചു. എന്നാലൊന്ന് വീട് വരെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. നല്ല വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങി. എത്ര പെട്ടെന്നങ്ങ് ചെന്ന് വീട്ടിൽ കയറുവാണെങ്കിൽ വെയിലൊക്കെ കഴിഞ്ഞ് ഒന്ന് ആറി തണുത്തിട്ട് തിരിച്ചിറങ്ങിയാൽ മതി. നോമ്പ് മുറിക്കാൻ ഞങ്ങൾ ഇന്ന് നിൽക്കുകയില്ല, തിരിച്ചിവിടെ തന്നെ വന്ന് നോമ്പ് മുറിക്കും. ഇച്ചപ്പൻ ഉറങ്ങുവാണ്. സൈറാമോള് അംഗനവാടിയിൽ പോയി. സൈറാമോള് പോയ സമയം നോക്കി ഫത്തഹ് സൈറാമോളുടെ ഊഞ്ഞാലെ കയറി ഇരുന്ന ആട്ടമാണ്. വീട്ടിലിരുന്ന് ബോറടിച്ചെന്നും പറഞ്ഞ് ഫത്തഹ് ചാടിയേക്കുന്നതാണ്. ഇവിടെ വന്നപ്പോൾ സൈറാമോൾ അംഗനവാടിയിൽ പോയി. സൈറാമോളുടെ തൊട്ടിയെ കൂടെയൊക്കെ ആഘോഷിച്ചിരുന്ന് ആടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇച്ചപ്പൻ ഉറങ്ങിയെടുത്തു നിന്ന് എഴുന്നേറ്റ് വരുന്നതാണ്. എല്ലാവരുടെയും ശബ്ദം കേട്ടിട്ട് നേരെ അവൻ ഫത്തഹ് വെളിയിലുണ്ട്, അവനെ പോയി ഒന്ന് നോക്കി തിരിച്ച് അമ്മച്ചിയുടെ അടുത്തേക്ക് അവൻ പോവുകയാണ്. ഉറക്കം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ അടുത്തേക്ക് അവൻ പോകാറുണ്ട്. എന്തോ ഉറങ്ങിയോ പൊന്ന്? ചപ്പാ തിത്തുവേ, മാമിയുടെ പൊന്നുവാ. ഞാൻ വന്നപ്പോ ഇച്ചാപ്പി ഉറങ്ങുമായിരുന്നു. മിഠായി വേണ്ടേ? മിഠായി ഉമ്മതാ ഉമ്മതാ ഉമ്മ ഉമ്മതാ മാമിച്ച ഉമ്മതാ ഉമ്മതാ. മുട്ടായി കിട്ടിയത് പൊളിച്ചെടുക്കാനായിട്ട് അടുത്ത ആളെ ഏൽപ്പിച്ചേക്കുവാണ്. ഫത്തഹിനെ ഇച്ചപ്പന് വലിയ ഇഷ്ടമാണ്. ഫത്തഹ് എവിടെ പോയാലും ഇച്ചപ്പനും കൂടെ പോകും. ഇന്ന് മുഴുവനും ഫത്തഹിൻ്റെ കൂടെയായിരുന്നു. ഫത്തഹ് എടുത്തുകൊണ്ട് നടന്നു. വലിയ കാര്യമാണ് ഫത്തഹിന് ഇച്ചപ്പനെ. ഫത്തഹ് കൂടെ ഉണ്ടെങ്കിൽ കുക്കുവിൻ്റെ അടുത്തേക്ക് ഇച്ചപ്പൻ പോകത്തില്ല. എപ്പോഴും അവൾ കരയും, ഞാൻ വിളിച്ചാൽ വരത്തില്ല, ഫത്ത് കൂടെ ഉള്ളതുകൊണ്ടാണെന്നും പറഞ്ഞ്. അതല്ലെങ്കിൽ അവൻ കുക്കുവിൻ്റെ അടുത്ത് ഇരുന്നോളും. ഫത്തഹിനെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആരെയും വേണ്ട അവന്. മുട്ടായിയൊക്കെ പൊളിച്ച് കൈ കിട്ടിയപ്പോഴത്തേന് താന്ന് പറഞ്ഞപ്പോഴത്തേന് ഇച്ചപ്പൻ്റെ സ്വഭാവം അങ്ങ് മാറി. മുട്ടായി അല്ലേ, വിട്ടു കൊടുക്കാൻ പറ്റുമോ? എഴുന്നേറ്റ് ഇപ്പോൾ ഓടും. മാമിക്കുതാ മാമിക്കുതാ തായേ. മുട്ടായി ചോദിച്ചതും ഇഷാൻ ഓടി അകത്ത് കയറി. ടാറ്റാ, ഞങ്ങൾ പോയേക്കുവാണേ കേട്ടോ. ശരി, ഇരിപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ദിവസം വന്നപ്പോൾ പൂന്തോട്ടമൊക്കെ കാടും പടലയും പിടിച്ച് കിടക്കുമായിരുന്നു. ഇന്ന് വന്നപ്പോൾ അമ്മച്ചി പൂന്തോട്ടം എല്ലാം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പൂന്തോട്ടത്തിനിടയ്ക്ക് ഒരു കുഞ്ഞി ചാമ്പയും കൂടിയുണ്ട് കേട്ടോ, കണ്ടോ? ചെറുതാണ്, അടുത്ത വർഷത്തേക്കൊക്കെ കായ്ച്ചു തുടങ്ങുമായിരിക്കും. ചെടിച്ചട്ടിയൊക്കെ ഇവിടെയും തന്നെ പിടിച്ചതാണ്. ഇവിടെ ആങ്ങള ലോക്ക്ഡൗൺ സമയത്ത് സ്വന്തമായിട്ട് പിടിച്ചെടുത്ത ചെടിച്ചട്ടികളാണ്. യൂട്യൂബ് നോക്കി ഞാനും അവിടെ പിടിച്ചു, 100 എണ്ണം ഞാനും അവിടെ പിടിച്ചു, ഇവനും ഇവിടെ പിടിച്ചു. വാഷിംഗ് മെഷീനിലേക്ക് സോപ്പ് ലോഷൻ വാങ്ങിക്കുന്ന പാത്രമാണ്, അത് മുറിച്ചു അതിൽ മണ്ണ് നിറച്ച് ചെടികളാക്കും. ഇനി മഴക്കാലമായി കഴിയുമ്പോഴത്തേന് ഇഷ്ടം പോലെ ചെടികളാകും. ഇതിപ്പോൾ എന്താണെന്നറിയില്ല, ഉണക്കിൻ്റെ കൂടുതൽ കൊണ്ട് പോയതാണെന്ന് തോന്നുന്നു. ബോട്ടിൽ ആർട്ട് ചെയ്ത് അമ്മച്ചി മേടിച്ച കുപ്പികളാണ്. ഇപ്പം വെള്ളം ഇല്ലാത്തത് കൊണ്ട് ചെടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇവിടെയുണ്ട് കേട്ടോ, മുറ്റത്തായിട്ടൊരു തെങ്ങ്. ഇത് വേണേൽ പെരയ്ക്കകത്താന്ന് പറയാം, അതുപോലെ തെങ്ങ് നിൽപ്പുണ്ട്.
തെങ്ങയിൽ ഓർക്കിഡ് കയറ്റി വിട്ടേക്കുന്ന കണ്ട നല്ല ഭംഗിയായിട്ട് പൂത്തില്ല, പൂക്കാറായി വരുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇപ്പുറത്തെ കവുങ്ങയിലും ഉണ്ട്, പക്ഷെ അത് ഉണങ്ങിപ്പോയി, വെള്ളമില്ലാത്തതുകൊണ്ടാവാം കവുങ്ങയിൽ നിന്ന് ഓർക്കിഡ് ഉണങ്ങിപ്പോയി. കയറി വന്നു കഴിഞ്ഞാൽ ഇതെൻ്റെ മതിൽ ചാടേണ്ട അവസ്ഥയാണ്. ഇഷാൻകുട്ടൻ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഗേറ്റ് അപ്പിച്ച് പൂട്ടി വെച്ചേക്കുവാണ്. കണ്ടോ, നിരങ്ങി ഇവിടെ വന്ന് ഗേറ്റേ വന്നിരിക്കും. ആഹാ, നല്ല നിരക്കവും. ഹായ് കൊടുത്തേ, ഹായ്. കണ്ടോ ഇഷാൻകുട്ടൻ്റെ അടിപൊളി ഹായ്. ഹായ് കൊടുത്തേ, ഒരു ഹായ് കൂടെ കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ, കൊടുക്ക്, ഹായ് കൊടുക്ക്, ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ, ഇച്ചപ്പ ഹായ് കൊടുത്തേ. ഇച്ചപ്പൻ ചാടി പോകാതിരിക്കാൻ വേണ്ടി പൂട്ടിയിട്ടു ഗേറ്റ്. പൂട്ടിയോടി. നമ്മൾ വന്നാൽ ഇനി അകത്തേക്ക് കയറാനായിട്ട് പാടാണ്. ഒന്ന് കയറി കാണിച്ചോത്തെ. നമ്മൾ വന്ന ഇങ്ങനെ കയറി പോകേണ്ട അവസ്ഥയാണ്. ഈ പ്രായത്തിൽ ഈ വഴി ഇറങ്ങി പോകായിരുന്നു. വാപ്പിച്ചപ്പോൾ തെങ്ങയിൽ ആണി അടിച്ച് കയറ് കെട്ടി വെച്ചു, കമ്പിയോ എന്തോ കെട്ടി വെക്കുമായിരുന്നു. മിക്കവാറും ഇച്ചപ്പനും അത് തന്നെ ചെയ്യണമെന്ന് തോന്നുന്നു. ആൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പുറ വഴി ചാടാൻ. ദാ വാപ്പിച്ചിട്ട് ഓർക്കിഡ്, നോനോ ഓർക്കിഡ് വലിച്ച് പറിച്ച് കളയല്ലേ. കണ്ടോ, ഇതൊരു ഇലച്ചെടിയാണ്, നല്ല ഭംഗിയായത് പൂത്ത് നിൽക്കുന്നത്. ഇതിന് ക്രിസ്മസ് ചെടി എന്ന് പറയും. ഒരു 3-4 കളറുണ്ടായിരുന്നു. ഉണ്ട്, ഇത് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നൊരു വഴിയാണ്. അവിടെ വാപ്പച്ചി വഴി സൈഡിലും വെച്ചിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. വാപ്പച്ചി അമ്മച്ചിയും കൂടെയാണ് ചെടി വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ചെമ്പരത്തിയെ ഒരു റെഡ് ലേഡി കപ്പിളാണ് കേട്ടോ. അത് ഈ വഴി സൈഡിൽ തന്നെ വാപ്പച്ചി ഒക്കെ പിടിപ്പിച്ചെടുത്തേക്കുന്നത്. ഒത്തിരി ചെടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിലായി, വെള്ളം ഒഴിച്ചു കൊടുക്കാതായി. വെള്ളമില്ല, ഇവിടെയും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവർക്കും വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട്. അതാണ്ട് ഇലച്ചെടിയുടെ മറ്റൊരെണ്ണം വെള്ളയും പച്ചയും കൂടെ ചേർന്നുള്ളതാണ്. അപ്പുറം നിന്ന് അത് തന്നെ അതിൽ നിന്ന് തന്നെ കമ്പ് മുറിച്ച് ഇപ്പുറയിലോട്ട് പിടിപ്പിക്കുന്നതാണ്. ഇത് റോസയാണ്. റോസയ്ക്കകത്ത് ഇന്ന് പൂവില്ല. വേണ്ട 10 മണി ചെടി നല്ല രസമായിരുന്നു, പക്ഷെ ഇന്ന് പൂവില്ല. ഇതിനകത്ത് പല കളറ് പിടിപ്പിച്ചേക്കുന്ന ഒരു കിളിക്കൂടാണ്. കിളിക്കൂടിനകത്ത് പിടിപ്പിച്ചേക്കുന്ന ഇതാണ്. ഇതാ കളറ് തന്നെയാണ്. ഇതിൻ്റെ പല കളർ കാണും ഇവിടെ, പക്ഷേ ഇപ്പം ഈ ഒറ്റ കളറേ നിൽപ്പുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മച്ചിയുടെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. കണ്ടോ, നീല മുളകുള്ള, നീല കരണംപൊട്ടി മുളക് എന്നാട്ടോ ഇതിന് പറയുന്നത്. നല്ല വൈലറ്റ് കളറാണ്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചാണ്. ഇതാ വൈലറ്റ് കളറാണ്, നല്ല ഭംഗിയാണ്, നല്ല ടേസ്റ്റും കേട്ടോ. ഇത് പൊട്ടിച്ച് കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇവിടെ ചായാമൻസാടെ ചീരയാണ്. അത് കൊണ്ടുവച്ചിട്ടെങ്ങാണ്ട് ഒന്ന് ഒടിഞ്ഞു പോയി, അത് പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. അവിടെ നിന്ന് ചെറിയ ഒരു കാച്ചിൽ കയറി വരുന്നുണ്ടോ, കാച്ചിൽ വള്ളി. എൻ്റെ ഇളയ ആങ്ങള ബാംഗ്ലൂരാണ്, അവൻ അടുത്ത് തന്നെ വരും. അപ്പോൾ അമ്മച്ചി അവൻ വരുമ്പോഴത്തേക്ക് കുറച്ച് ചീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് കൊടുക്കും. അവനവിടെ എല്ലാം പൈസയ്ക്കല്ലേ വാങ്ങിക്കുന്നത്, നമ്മുടെ വീട്ടിൽ വളർത്തുന്നതൊന്നും അവന് കിട്ടത്തില്ലല്ലോ. അപ്പം ഇത് കണ്ടോ ചീര, അതിന് വേണ്ടി അമ്മച്ചി അവൻ വരുമ്പോഴത്തേക്ക് വേണ്ടി പിടിപ്പിച്ചെടുത്തേക്കുന്ന ചീരയാണ്. അവൻ ഉടനെ വരും. എത്രാം തീയതി വരുമോ? 6 ശനിയാഴ്ച. അവൻ ഏപ്രിൽ 5 അല്ലെങ്കിൽ 6-ാം തീയതിയിലേക്ക് എത്തും. ആഴ്ച മിക്കവാറും എത്തുമായിരിക്കും. അമ്മച്ചി മകന് വേണ്ടി പിടിപ്പിച്ച് വെച്ചേക്കുന്ന ചീരയാണ്. ഇത് കണ്ടോ, ഒരു ചെറിയ കാബേജ്. ഇത് ഇലക്കോവീസാണ്. ഇതിൻ്റെ ഇല തോരൻ വെക്കുന്ന കാബേജ് ഉണ്ടാകുകയില്ല. കാബേജ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ആദ്യം തന്നെ അത് മൂടി വന്നേനെ. അതിൻ്റെ ഇല മാത്രമേ തോരൻ വെക്കാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് കൊണ്ടുവന്ന് കാന്താരിയൊക്കെ നട്ടിട്ടുണ്ട്. ഒരു മൂട് പയർ കയറി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കപ്പളം. ഇങ്ങനെ അമ്മച്ചിയുടെ ചെറിയൊരു അടുക്കളത്തോട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. അടുക്കളത്തോട്ടത്തിൽ നിൽക്കുന്ന ഒരു കപ്പള മരമാണ്. ഇതിനകത്ത് നിറയെ കപ്പളങ്ങ ഉണ്ട്. കുത്തി തോരൻ വെക്കാനും അതിനൊക്കെ ആവശ്യമായിട്ട് നിർത്തിയേക്കുന്നതാണ്. നല്ല പഴമാണ്, പഴുത്താൽ നല്ല മധുരമുള്ള കപ്പളങ്ങയാണ്. വേണ്ടേ അമ്മച്ചിയുടെ ഒരു പച്ചമുളക് കണ്ടോ. അത്യാവശ്യമൊക്കെ പച്ചക്കറി അമ്മച്ചിയും പിടിപ്പിച്ചെടുക്കും. പച്ചക്കറിയും ചെടിയൊക്കെ എൻ്റെ കയ്യിലായിരുന്നു കൂടുതലും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാഗമായിട്ട് ഒന്നും തന്നെ നോക്കാൻ പറ്റാതായിപ്പോയി. ഇതൊരു കാന്താരിയാണേ, നീല കാന്താരി. ഇനി കാന്താരി കാണിച്ചു തരാൻ പാകത്തിന് നിൽപ്പില്ല, കളറുള്ളതില്ല. ഇതുണ്ടോ, നീല കാന്താരി വിളയുമ്പം ഈ കളറിലേക്ക് വരുന്നത് കണ്ടോ.
നീല കാന്താരിയാണ്. ഇത് വിളഞ്ഞു കഴിഞ്ഞ് പച്ച കളറിലേക്ക് വന്നേക്കുന്ന കാന്താരി. നീല കാന്താരിയിലെ കാന്താരി വിളയുമ്പോൾ പച്ച കളറാണ്. ഇതൊക്കെ അമ്മച്ചി മകന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് നിർത്തിയേക്കുന്നത്. ഞാൻ പറഞ്ഞില്ല അവൻ ശനിയാഴ്ച എത്തുമെന്ന്. അപ്പോൾ അവന് കപ്പ ഒഴുങ്ങിയതും മുളക് പൊട്ടിച്ചതും അവൻ നാടൻ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് അമ്മച്ചിയുടെ തോരനുകൾ, മുളക് പൊട്ടിച്ചത്. അവന് അമ്മച്ചിയുടെ കറി ഒരു അവന് പ്രത്യേകതയാണ്. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഓരോന്നോരോന്ന് കരുതി നിർത്തിയേക്കുന്ന. ആര് നിസ്കരിക്കാൻ വന്നാലും ആ മുസല്ലായി വന്ന് ഈച്ചപ്പൻ കിടക്കും. ഇപ്പം അമ്മച്ചി നമസ്കരിച്ചിട്ട് ഇറങ്ങി മാറിയ ഉടനെ എൻ്റെ മോൻ അവിടെ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേനും വന്ന് വിശാലമായിട്ട് പാവം കിടന്ന് വിശ്രമിക്കുകയാണ്. ആറ്റുമീൻ എടുക്കാൻ ഞാൻ വന്നപ്പോഴത്തേനും അമ്മച്ചി അത് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് തിരുമ്മി നല്ല വറക്കാൻ പാകത്തിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ചെന്ന് എണ്ണയിലോട്ടിട്ട് വറുത്താൽ മാത്രം മതി. അത്രയും സെറ്റാക്കി തന്നു. ഫത്തോ വിഷാനും ഒരു കളിയൊക്കെ കഴിഞ്ഞ് കയറി പോയതിൻ്റെയാണ്. എല്ലാം വാരി നിരത്തി രണ്ടുപേരൂടെ കളിയൊക്കെ കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോയി. ഇനി ഇതെല്ലാം പെറുക്കിയെടുക്കാനായിട്ട് സൈറാമോള് വരണം. ചൂട് കാരണം വെളിയിൽ ഇറങ്ങിയിരിക്കുന്നതാണ്. അകത്ത് ഭയങ്കര ചൂട്. ഇതാകുമ്പോൾ എന്താണ്ടേ നല്ല AC എല്ലായിടവും ഓപ്പണായിട്ട് കിടക്കുക. നല്ലൊരു ഇരിക്കാൻ പറ്റിയൊരു പ്ലേസാണ് വീടിൻ്റെ. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ വലിയ ചൂടൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാം. വെയിലൊന്ന് ആറിക്കഴിഞ്ഞിട്ട് മേളിലേക്ക് കയറി പോകണം വീട്ടിലേക്ക്. സൈറാമോള് അംഗൻവാടി വിട്ട് വരുന്നുണ്ട്. 3 മണിയായി. പാവ വരുന്നുണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും. എന്നാണ്ട് വിശേഷം? സുഖമാണോ? ഇന്നെന്തിനാ അംഗൻവാടി പോയേ? ആണോ? വാ. അക്കച്ചി അല്ലേ വിളിച്ചോണ്ട് വന്നേ. പോയി അക്കച്ചിയും അപ്പവും കൂടെ വന്നല്ലേ കൊച്ചിനെ വിളിക്കാന്. ഉപ്പുമാവില്ലേ? ഇന്ന് മാമിക്ക് തന്നു വിടണേ. തുറന്നേ പൊന്നെ. സൈറാമോൾ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ഉപ്പുമാവ. കണ്ട അടിപൊളി ഉപ്പുമാവല്ലേ. സൈറാമോള് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായി. ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുവാണ്. മാമി പൊക്കോട്ടെ? വരുന്നുണ്ടോ? പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് വീട്ടിലെ വിശേഷം കാണാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ ഇനി പോയി നോമ്പ് കുറിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം മേലത്തെ വിശേഷങ്ങളുമായിട്ട്. ഇതാണ് ഞങ്ങൾ കയറിപ്പോകുന്ന വഴി. ഇവിടെ നിന്ന് ഇങ്ങനെ മേളിലോട്ട് കയറിപ്പോകണം. മോളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അവളുടെ കൈയൊന്ന് ഷെയ്ക്കാകുന്നുണ്ട്. ഇങ്ങനെ മേളിലോട്ട് നേരെ ഒരൊറ്റ കയറ്റമാണിനി. ഇതാ കണ്ടോ, ഇങ്ങനെ ഒരൊറ്റ കയറ്റം കയറി വേണം പോകാനായിട്ട്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിന് തന്നെ മെയിൻ കാരണം ശ്വാസം കിട്ടുകയില്ല സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട്. ഫത്തഹ് കുറച്ച് ദൂരം ചെന്നു. ഇനി ഞങ്ങൾ രണ്ടുപേരും പതിയെ കയറി ചെല്ലണം. ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് താഴോട്ട് ഇറങ്ങി പോക്ക് അത്ര ഈസിയായ കാര്യമല്ലെന്ന്. താഴോട്ട് ഇറങ്ങി വരാൻ എളുപ്പമാണ്. ഒറ്റ ഇറക്കത്തിന് ഇങ്ങനെ ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല രസവും കൂടിയാണ് ഇറങ്ങി വരാൻ. ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഞങ്ങൾ എടുത്തിരുന്നു, ബട്ട് സ്കിപ്പായി പോയി. ഏകദേശം 3/4 ഭാഗവും ഞങ്ങൾ കയറി കഴിഞ്ഞു. ഇനി വീട് കാണാവോ? കറക്റ്റായിട്ടും വീട് കാണാവോ എന്നറിയില്ല. ഇത് വീടിന് തൊട്ടടുത്തുള്ള ഏലക്കാട്. നമ്മുടെ പറമ്പിലേക്ക് ഇനി കയറാൻ അധികമില്ല. ഈ ഒരൊറ്റ വളവ് കൂടെ കഴിഞ്ഞ് നമ്മുടെ പറമ്പിലേക്കും കയറി. വീട് കാണത്തില്ല. മരങ്ങളൊക്കെ കൊണ്ട് വീട് കാണാൻ ബുദ്ധിമുട്ടാണ്. വീട് കാണുന്നില്ല. ഇടയ്ക്ക് നിന്നും ഇരുന്നുമൊക്കെയാണ് ഈ കയറ്റം മുഴുവനും ഞങ്ങൾ കയറി വന്നത്. സാധാരണ അങ്ങനെയാണ്. ചിലപ്പോൾ ക്ഷീണമൊന്നുമില്ല, ഒറ്റ കയറ്റത്തിന് കയറി വരും. ഇവിടെ തൊട്ട് നമ്മൾ അതിര് തുടങ്ങുവാണ്. ഇതാ എൻ്റെ ഏലം, എൻ്റെ സ്വന്തം ഏലക്കാട് കണ്ടോ. ഇങ്ങനെ തട്ട ഒടിയുന്നുണ്ട്. വെയിൽ കൂടിയതിൻ്റെ ആവാം തട്ട ഒടിഞ്ഞിട്ടുണ്ട്. ഒരുപാട് തട്ടകൾ ചാഞ്ഞും വരുന്നുണ്ട്. നോക്കണം എന്നാന്ന്. അങ്ങനെ വീടെത്തിയിരിക്കുകയാണ്. രക്ഷപ്പെട്ടു.
കയറ്റം ഒന്ന് കയറി വന്നപ്പോൾ കൂലിപ്പണിക്ക് പോയ അവസ്ഥയാണ്. ഇനി വീട്ടിലെ അകത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഇന്നത്തേക്ക് നോമ്പ് മുറിക്കാനുള്ള സാധനങ്ങളാണ്. പപ്സ് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. വാപ്പച്ചി മക്കൾക്ക് പപ്സ് വാങ്ങിച്ചു കൊടുത്തു വിട്ടതാണ്. കൊല വെട്ടി പഴുപ്പിച്ച പഴമാണ്. മഞ്ഞ തണ്ണിമത്തങ്ങ, റെഡ് ലേഡിയുടെ കപ്പളങ്ങ, ഓറഞ്ച്, ഈത്തപ്പഴം, മാങ്ങാ ജ്യൂസ്. ബാങ്ക് വിളിക്കാറായി. നമുക്ക് നോമ്പ് മുറിച്ചിട്ട് കാണാം. നോമ്പ് മുറിക്കുന്ന ഭാഗമൊക്കെ എന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന, എന്നാൽ ഇന്ന് ഉൾപ്പെടുത്തേണ്ടെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഫത്താഹ് പറയുന്നത് അമ്മ വീഡിയോ എടുത്ത് വിടാം നമുക്കെന്ന്. എന്നാൽ അവൻ്റെ ആഗ്രഹമില്ല. ഇനി ഫത്തഹിന് ഒന്നാമത് സ്കൂളും അടച്ചു, കൂട്ടുകാരെയും കാണുന്നില്ല, ആകെ ബോറടിയാണ്. അവനെ വീഡിയോയിൽ കണ്ടിട്ട് കൂട്ടുകാരൊക്കെ അവനെ വിളിച്ച് പറയും അടിപൊളിയായിട്ടുണ്ടാ, ഒന്നുകൂടെ നീ പറയണം കേട്ടോ എന്നൊക്കെ ഓരോ അഭിപ്രായങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് അവൻ ഈ ഇഫ്താർ കാണിക്കാൻ പറയുന്നത് നമ്മളോട്. റെസിപ്പികളൊന്നും കാണിച്ചിട്ടില്ല, ഇന്ന് ഒന്നും ഉണ്ടാക്കുന്ന വീഡിയോയും കാണിച്ചിട്ടില്ല. നോമ്പ് മുറിച്ചിട്ട് കഴിക്കാനായിട്ട് ചോറാണ്, ചോറും ബീഫ് ഫ്രൈ ഒക്കെ ഇരിക്കുന്നു, മാങ്ങാ ചമ്മന്തി അതൊക്കെയാണ്. ഇന്ന് ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. വന്ന് എന്താണേലും നാളെ റെസിപ്പികൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഇന്ന് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി നാളത്തെ വീഡിയോയിൽ കാണും വരെ ബൈ.